ഇപ്പൊ നീയല്ലേ പറഞ്ഞേ അവനെ തേച്ചെന്നൊക്കെ. ഇപ്പൊ നോക്ക്, അവനൊരു ഗിഫ്റ്റ് അയച്ചിരിക്കുന്നു. നിന്റെ തലക്ക് എന്താ കൊച്ചേ? എനിക്ക് ഇതിനേക്കാൾ മുമ്പ് അവനെ അറിയാം. ഞങ്ങൾ റിലേഷനായ ടൈമിലോ ഇവരെന്നും എനിക്ക് ഇങ്ങനെ ഗിഫ്റ്റൊന്നും അയച്ചിട്ടില്ല. പിന്നെ അല്ലേ ഇവിടെ ബ്രേക്കപ്പ് ആയിട്ട്. അപ്പോൾ ഇവരെ ഇതിലെന്തോ ഒരു ഉടായ്പ അല്ല, എന്തോ മിസ്റ്റേക്സ് ഉണ്ട്. എന്തായാലും നീ അത് ഓപ്പൺ ചെയ്ത് നോക്ക്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല എന്തൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന്. ഇത് കാർത്തിക് സീനത് തന്റെ ഗേൾ ഫ്രണ്ട് അയച്ചത്. ഇനി നീ എന്നാ ചെയ്യാനാ പ്ലാൻ? പ്രത്യേകിച്ചൊന്നുമില്ല. നീ നമുക്കിത് കൊണ്ടു കൊടുത്തിട്ട് വരാം. ഓയ് സീരിയ, അല്ല കാർത്തിക് സീരിയ സീരിയ, ഞാൻ സീരിയസ് കാണാൻ വന്നതാ. ഇത് തരാൻ. അയ്യോ സീരിയ, ഇത് അങ്ങനെയല്ല. ഈ ഗിഫ്റ്റ് സീരിയസ് ഗേൾ ഫ്രണ്ട് അല്ലേ കൊണ്ടു കൊടുത്തത്. അജയ് സീരിയ ഇത് എനിക്കാ കൊണ്ടു തന്നെ. അവിടെയും വെള്ളിയാഴ്ച നിനക്കാണ് കൊണ്ടു തന്നോ? എന്റെ ദൈവമേ. എന്താ ശരി സീന, ഞാൻ പോട്ടോ. എന്റെ ബ്രദർ പേര് കാത്തുനിന്നുണ്ടാവും. എന്നാ നീ പൊക്കോ. ഐ ആം സോറി കേട്ടോ. എന്നാ നീ പൊക്കോ. ലൈറ്റ് ഉണ്ടോ? ബ്രദർ വെയിറ്റ് ചെയ്യല്ലേ. ബൈ ബൈ. ഓക്കെ സീന, എന്നാ ശരി, ഞാൻ പോട്ടോ. ബൈ ബൈ. ഏതാടാ കൊച്ച്? അത് ഇവിടുത്തെ ചെറിയൊരു കൊച്ച. പേര് അനുശ്രീ. ശ്രീന്നാ വിളിക്കുന്ന. നിനക്കറിയത്തില്ല സിദ്ധു? ചേട്ടന് ശ്രീനെ അറിയില്ലേ? ഇല്ലേ, നമുക്ക് പരിചയപ്പെടാം. അഞ്ചുമ്മ നമ്മുടെ സച്ചുവേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഫംഗ്ഷന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. ഓക്കെ? അതാണോ സച്ചുവിന്റെ സിസ്റ്റർ? അതെനിക്കറിയില്ലായിരുന്നു. എനിക്ക് അവളെ പരിചയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. വേണ്ടേ വേണ്ട. ശരിട്ടോ, ഞാൻ പോട്ടോ. ടൈമായി, ലേറ്റ് ആവുന്നു. നമ്മളെന്തിനാ ഇവിടെ നിൽക്കുന്നത്? വാ നമുക്ക് പോവാം. അല്ല പാറു, നീ അവളെ ഒരു ക്ലാസ്സിലാണോ? എന്താ ചേട്ടൻ അങ്ങനെ ചോദിച്ചേ? അല്ല, അവളുടെ ചേട്ടന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് വിളിച്ചതുകൊണ്ട് ചോദിച്ചതാ. ആ, ഞാനും അവളും ഒരു ക്ലാസ്സിലാ. പിന്നെ ഞാനും അവളും കട്ട ഫ്രണ്ട്സാ. ലൈഫ് ലോങ് അങ്ങനെ ആവാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ആ മതി മതി, ഞാനൊന്ന് ചോദിച്ചു പോയതാ മോളെ. എന്റെ അടുത്ത് നമ്മളൊന്നും പറയുന്നില്ലേ? വിളിക്കട്ടെ, ഞാൻ വിളിക്കാം. അതാ ഇപ്പൊ ഞാൻ 5 മണി വിളിച്ചു വരുമല്ലോ. ഇന്നലെ പറഞ്ഞ ആരാണ്ടടി തല്ലുണ്ടാക്കി എല്ലാം ഇട്ടവള് പോയി. രാവിലെ ഞാണ്ടൊക്കെ ഫുഡിന് കുറ്റം പറഞ്ഞവള് പോയി. എന്നിട്ടവള് 5 മണി വിളിച്ചു വരുമല്ലേ. നീ എന്തിനു സോപ്പിടലാടി? എന്റെ പേര് സോപ്പിടാനോ? ആര്? ഞാനോ? എനിക്ക് അത്ര ആവശ്യമൊന്നുമില്ല. എന്തിന് എന്റെ പേര് സോപ്പിട്ട ആവശ്യമിരിക്കണ്ട. അമ്മ പറയും എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിൽ? അമ്മ ഫുഡ് ആവശ്യം ഓക്കെ ആണോ? ഹോസ്പിറ്റലിൽ വർക്ക് പ്രഷറൊന്നും ഇല്ലല്ലോ അല്ലേ? എന്റെ മോൾക്ക് എന്നെ കുറിച്ച് അന്വേഷിക്കാനൊക്കെ അറിയോ? ഹോസ്പിറ്റലിൽ എങ്ങനെ ഉണ്ടായിരുന്നു, കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു, അമ്മയുടെ ഹെൽത്ത് ഓക്കെ ആണോ, ഇതൊക്കെ ചോദിക്കാൻ എൻ്റെ മോൾക്കറിയോ? എനിക്കറിയില്ലായിരുന്നു. നീ സോപ്പിട്. ഓക്കെ മതി. ബാ ഫുഡ് കഴിക്കാം. കുറേ നേരമല്ലേ, കരമണിക്കാം. വാ, ഏതായാലും ചായ കുടിക്കാം. ബാ ചായ കുടിക്കാം. എൻ്റെ ചിന്തരിയം ഇത്ര പെട്ടെന്ന് നമ്മൾ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ശ്രീകുട്ട, ഓവർ അങ്ങ് പതപ്പിക്കണ്ട. നമ്മങ്ങനെ നീ പതപ്പിക്കുന്നതാണെന്നേ, പതപ്പിക്കുന്ന ഈ കണ്ടിട്ട് നിന്നെ അങ്ങ് എടുത്തിട്ടറിയും. ഓവർ അതുകൊണ്ട് ആവശ്യമില്ല. നീ മിണ്ടാതെ നമുക്ക് ചായ കുടിക്കാം. ഓക്കെ? മനസ്സിലായി. പതപ്പിക്കൽ ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത്. ഓക്കെ സെറ്റ്. എന്നാ നമുക്ക് ചായ കുടിക്കാം. ഓക്കെ, സംഗതി മനസ്സിലായല്ലോ. എന്നാ നമുക്ക് പോയി ചായ കുടിച്ചിട്ട്. അമ്മ, സച്ചു, എനിക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, ഞാനൊന്ന് പുറത്തു പോകാം കേട്ടോ.
എന്നെ പറ്റി അന്വേഷിക്കണ്ട, ഇതാവണ്ട. ഓക്കെ ചേട്ടാ. സിദ്ധു ആരോ വന്നിട്ടുണ്ടല്ലോ, കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്, നീ ഒന്ന് ചെന്ന് നോക്കിക്കേ. ഹലോ സിദ്ധു. ഓ അമ്മ അതൊരു ഡെലിവറി ഗേളാ. എന്തോ രാവിലെ പാറു ഓർഡർ ചെയ്ത എന്തോ വന്നതാ. ഡെലിവറിയോ? ഇത് രാവിലെയോ? ഡെലിവറി ഇല്ല ലക്ഷ്മ, ഇത് ഞാനാ. നിനക്കെന്താ ശ്രീ മോള വന്നിരിക്കുന്നേ? നിനക്കെന്താ അവൾ അറിയില്ലേ? നീ എന്താ ശ്രദ്ധിക്കാതെ വാദം തുറക്കുന്നേ? നീ ഒന്ന് പോയി അവളെ വിളിച്ചേ. ഞാൻ വിളിച്ചാളെ എണീക്കില്ല, അവള് തന്നെ എണീക്കുന്ന അവളുടെ ശീലം. എന്നിട്ട് നീ ഇങ്ങ് പോരെ. അവളും കൂടെ വരുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. മോളെ രാവിലെ വന്നോണ്ട് തന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. ലക്ഷ്മ, ഞാൻ അവളെ കൂട്ടിട്ട് വരാം കേട്ടോ. നല്ല ഉറക്കായിരിക്കും അവള്. നല്ല ഉറക്കാണ്. ഇപ്പൊ ശരിയാക്കി തരട്ടാ. പാർവതി എഴുന്നേക്ക്. എന്താടി മകറി രാവിലെ തന്നെ? നാളെ നല്ലൊരു സൺഡേ ആയിട്ട് എന്നെ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കരുത് കേട്ടല്ല. മോക്രയിലെ പച്ചത്തവളെ മഞ്ഞത്തവളെ എടി, ഇന്ന് സച്ചിന്റെ ബർത്ത്ഡേ അല്ലേ, നീ രാവിലെ വരണ്ടേ? നീ ഇവിടെ കിടന്നുറങ്ങാണോ? ഞാൻ അതിന് നിന്നെ വിളിക്കാൻ വന്നതല്ലേ. ആടി ഞാനതങ്ങ് മറന്നു. ഇന്ന് നിന്റെ ബ്രദറിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടല്ലോ അല്ലേ? സോറി ഡി, ഞാൻ മറന്നുപോയി. നീ അല്ലേ നിന്റെ മണ്ടല്ലേ, നീ മറക്കുന്നു. എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് രാവിലെ തന്നെ കുറ്റി പറിച്ചു നിന്നെ കൂട്ടാൻ വന്നത്. വാ വാ വാ, വേഗം ഫ്രഷ് ആയിട്ട് വേയുമ്പോ നമുക്ക് പോകാം. വരൂ. ഞാനിപ്പ കഴിച്ചിട്ട് വരാവേ. എന്റെ കഞ്ഞി പാറ്റിയിടാൻ വരുവാണോ? അല്ല മോളെ, നിനക്കും എനിക്കും സെയിം ഏജ് അല്ലേ? അപ്പൊ നിന്നെ കെട്ടിക്കട്ടെ? അല്ലേ, നിന്നെയൊക്കെ കെട്ടാൻ ആരാ വരിക? എനിക്ക് കെട്ടാൻ ആള് വരുവട്ടെ. നീ ചോദിച്ചാലെന്താ, എന്നെ കെട്ടാൻ ആളൊക്കെ ഉണ്ട്. അല്ലേ നിന്നെ നമുക്ക് സിദ്ധുവിനെ കൊണ്ട് കെട്ടിച്ചാലാ? ഈ ചേട്ടൊക്കെ ചുമ്മാ പറഞ്ഞതാ. എന്നാ അമ്മേ, ഞങ്ങള് കൊണ്ട് ടൈമായി. ബൈ. ഞാനെന്താ വിളിക്കുക? ആരോടെ? എന്നോടാണോ? അല്ലാതെ ആരെയാ എനിക്കിവിടെ എന്താ വിളിക്കണ്ടെന്ന് അറിയാത്തത്? എനിക്ക് എന്റെ ഏജിനേക്കാൾ യങ്ങേഴ്സ് നെയിം വിളിക്കുന്നത് ഇഷ്ടമല്ല. ബട്ട് പിന്നെ ഓരോരുത്തരുടെ കംഫർട്ടിനനുസരിച്ച് അവർക്ക് വിളിക്കാം. എന്നാ പിന്നെ എന്റെ കംഫർട്ട് സിദ്ധു എന്ന് വിളിക്കാം. എന്നിട്ട് പാറു മെസ്സേജ് അയച്ചപ്പോ പാറു പറഞ്ഞു സിദ്ധുവിന് സച്ചുവിനെ അറിയാനാ. എങ്ങനെ സച്ചുവിനെ അറിയുന്നേ? ഞാനും സച്ചു 2022 ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു. ബട്ട് 2023 ആയപ്പോ ഞാനും അവനും ബിസി ആയിപ്പോയി. അങ്ങനെ ആ കോണ്ടാക്ട് വിട്ട്. ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നെങ്കിൽ എന്നെ അമ്മേനൊക്കെ അറിയണ്ടേ? പാറു പറഞ്ഞല്ലോ ഞങ്ങൾ നിനക്കറിയാം. ഞാനൊരാളായി ബിസിനസ് നടത്തുമ്പോൾ അവരുടെ ഫാമിലി ഒന്നും ചെക്ക് ചെയ്യില്ല. അങ്ങനെ നോക്കിയാൽ അത് നോക്കാൻ മാത്രമേ ടൈം ഉണ്ടാവൂ. സോ ഞാൻ അത് നോക്കാറില്ല. പിന്നെ അവന്റെ നല്ല ലീഡിങ് ട്രേഡിംഗ് കമ്പനിയാണ്, അപ്പോൾ ഞാൻ ചെയ്ത്, അത്രേ ഉള്ളൂ. ഞാൻ വിളിക്കാം അമ്മേനെ. എന്തോടി കിടന്ന് കാറുന്ന? ഇന്ന് രാവിലെ എന്നോട് ഇട്ടേച്ചിട്ട് പോയതാ. എന്നിട്ട് അവള് എൻ്റെ അമ്മയെന്നും പറഞ്ഞ കാറുവാ. കാറായിട്ടൊന്നും ഒരു കാര്യമില്ല. അല്ല, ഇതാര്? സിത്തുമോനും പറഞ്ഞോളുവോ? വാമക്കടെ. ഓ, അമ്മയ്ക്ക് ഇപ്പം ഇവരെ കിട്ടിയപ്പോൾ എന്നെ ഒന്നും വേണ്ട അല്ലേ? ഓക്കെ. എനിക്ക് നിന്നെ വേണ്ട. വേണ്ടാന്ന് വെച്ചാൽ വേണ്ട. ഇന്ന് രാവിലെ നീ സ്നേഹം കാണിച്ചപ്പോൾ വിചാരിച്ചു നിനക്ക് എൻ്റെ സ്നേഹം ഉണ്ടെന്ന്. എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ തന്നെ നിനക്ക് ഇഷ്ടമുള്ള ബനാന മിൽക്ക് അടിച്ച് വെച്ചിട്ട് നീ എന്നെ ഇട്ടിച്ചിട്ട് പോയാളല്ലേടി ആറുമട. ആ സിദ്ധുക്കോട്ടെ, നിങ്ങൾക്ക് രണ്ടാൾക്കും ഞാൻ ഫുഡ് എടുത്ത് തരാം. നീ ഏതാ? നിന്നെ എനിക്കറിയത്തില്ല. ഞാൻ പോട്ടെ, വാ മക്കളെ. അയ്യോ അങ്ങനെ പറയല്ലേ, മതാശ്രീ പോവല്ലേ. പോയാ മോളെ ശ്രീകുട്ട, എനിക്കിതിലൊന്നും പറയാനില്ല. ഇത് നീയായി തന്നെ വരുത്തി വെച്ചതാ. ഇടേട്ടൻ തട്ടി എനിക്കിട്ട് അധികം ഉണ്ടാകല്ലേ. നിന്നെ കുറിച്ചൊരു കാറ് എനിക്ക് തെറിയും. മോൾക്ക് എന്തോന്ന് തെറിയോ? എന്തെന്ന് തെറിയുന്നോ? എനിക്ക് തെറിഞ്ഞപ്പോൾ പറഞ്ഞുതരാം. എൻ്റെ പാറൂസിനെ നിനക്ക് ഇഷ്ടമല്ലേ? അതെനിക്ക് നിന്നെ ഉപദേശിച്ചപ്പോൾ മനസ്സിലാക്കി. പിന്നെ ഞാൻ അത് അവളുള്ളോട് ചോദിക്കാതിരുന്നത്. ശ്രീകുട്ട, നീ അറിഞ്ഞത് ഞാൻ മനസ്സിൽ തന്നെ വെച്ചു. ആരോടും പറയാൻ നിൽക്കട്ടെ. ഓക്കെ ഓക്കെ.
പിന്നെ ഏട്ടൻ ആരോടും പറയാൻ പോകുന്നില്ല. ഇനി ഏട്ടൻ എന്നെ വന്നിങ്ങനെ ചൊറിയാൻ നിൽക്കണ്ട. ഓക്കെ, ചൊറിഞ്ഞാൽ ഞാൻ കേറി പറയും. ഓക്കെ, മാറി നിൽക്കുന്ന മിസ്റ്റർ, ഞാൻ പോട്ടെ. എൻ്റെ മനസ്സമാധാനം കളഞ്ഞിട്ട് അവള് പോണത് കണ്ടോ? അമ്മ വിശക്കുന്നു, എനിക്കും ഫുഡ് വേണം. നിനക്ക് ഫുഡില്ലടി പെണ്ണ. ഇന്ന് രാവിലെ എന്നെ കഷ്ടപ്പെട്ട് വിളിച്ചപ്പോൾ നിനക്ക് ഫുഡ് വേണ്ട. അമ്മ എനിക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതല്ലേ, അതുകൊണ്ട് നിനക്ക് ഇന്ന് ഫുഡില്ല. അന്നേരം ഒരു കാര്യം ചെയ്യും, ഇന്ന് സഞ്ജുവിൻ്റെ ബർത്ത്ഡേ അല്ലേ, ഹാള് പോയി ഡെക്കറേഷൻ ചെയ്യും. ഡെക്കറേഷൻ ചെയ്യട്ടോ, എന്നിട്ട് നിനക്കിന്ന് ഫുഡുള്ളു. നിന്റെ പണിഷ്മെൻ്റ് ആണ്. നീ കുറേ ദിവസം എന്നെ വട്ടൊളിപ്പിക്കുന്നു, അതിനോട് ചേർത്താണ്. നോക്കി അമ്മ, ഞാൻ പോയി ഡെക്കറേറ്റ് ചെയ്യാം. मेरी माया फुला जस्ती बगैँचामा फुलिरहने मेरी माया चम्किला ताराहरू എന്തുവാടി മനുഷ്യൻ്റെ പേടിപ്പിച്ചാണെങ്കിലും എന്തുവാ നിനക്ക്? കാര്യം പറയാനുണ്ട്. ഞാനൊരു ഗിഫ്റ്റ് മറന്നു വെച്ചിരുന്നു. അപ്പം അത് പോയി എടുക്കണം. അതിനിപ്പോ എനിക്ക് എന്നാ ചെയ്യാൻ പറ്റൂ? ഞാൻ എന്ത് ചെയ്യാനാ? അപ്പം നീ ഒന്ന് എൻ്റെ കൂടെ വരുമോ? എടാ, എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്കിവിടെ ഡെക്കറേറ്റ് ചെയ്യണ്ടേ. ഞാൻ എങ്ങനെയാ വരുന്നേ? ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? നീ സച്ചിനോട് പോക്കോ, അവനിപ്പോ മാർക്കറ്റിൽ പോകുന്നുണ്ട്, അപ്പം അവൻ്റെ കൂടെ പോകും, അതാണ് നല്ലത്. എന്താണ് രണ്ടും കൂടി ഇവിടെ ഒരു ഗൂഢാലോചന? ആർക്കിട്ട് എങ്ങനെ പണിയാമെന്നാണോ? എന്തുവാ രണ്ടും കൂടി? സച്ചു, നിനക്ക് ടൗണിൽ എന്തോ എടുക്കാനുണ്ട്, നീ എന്തായാലും ടൗണിലേക്കട്ടെ, ഇവിടെയും കൂടി ഒന്ന് കൂട്ടുമോ? അത്രേ ഉള്ളൂ. എന്നാ പാറു പോര്, ഞാൻ ഡ്രോപ്പ് ചെയ്യാലോ. വരൂ, നമുക്ക് പോവാം. വേഗം വരണം കേട്ടോ, കുറച്ച് തിരക്കുണ്ട് എനിക്ക്. എന്നാ ശരിയടി, ബൈ. എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഓ, അതിനെന്താ, വന്നോളൂ, സഹായിച്ചോളൂ. ഞാൻ വിചാരിച്ചു ആരെയും ഒന്ന് സഹായത്തിന് കൂട്ടും, നല്ല ആളാ. വരൂ. ഇങ്ങനെ ചെയ്യുന്നതിലും ഭേദം എന്തെങ്കിലും സംസാരിച്ച് ചെയ്യാല്ലേ? ഇപ്പൊ എന്ത് സംസാരിക്ക? നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ സംസാരിക്കാം. നീ നിന്റെ ഫാമിലിയെ കുറിച്ച് പറ, ഞാൻ എന്റെ ഫാമിലിയെ കുറിച്ച് പറയാം. സംസാരിച്ചതോ? ബിക്കോസ് നീ ആണല്ലോ ഐഡിയ പറഞ്ഞു, അപ്പൊ നീ ഫസ്റ്റ് പറഞ്ഞു തുടങ്ങണം. ഞാൻ എങ്ങനെ പറയും? ഫസ്റ്റ് സിറ്റു ഫസ്റ്റ്. അങ്ങനെ മൂത്തവരെ ഫസ്റ്റ്. നീ പറയൂ, നിങ്ങൾ പറഞ്ഞാൽ മതി ഫസ്റ്റ്. കുഞ്ഞാനെ കുത്തിട്ട് കാര്യമില്ല, സിറ്റു ഫസ്റ്റ്. എന്നാൽ ഞാൻ എന്റെ ഫാമിലിയെ കുറിച്ച് പറയാം. എന്റെ ഫാമിലി പറഞ്ഞാല് ഞാൻ, പാറു, അച്ഛൻ, അമ്മ. എന്റെ അച്ഛൻ പരമ്പരാഗതമായിട്ട് ബിസിനസ് ഫാമിലിയിലുള്ളതാ. ബട്ട് അമ്മ അങ്ങനെയല്ല, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഞങ്ങളുടെ സ്റ്റോറി പറയുന്നത് അമ്മ അച്ഛന്റെ PA ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാ. അതൊരു ഡ്രാമ സ്റ്റോറി പോലെ ആയിരുന്നു. സിദ്ധു ഡ്രാമ കാണോ? കൊള്ളാലോ. പാറു എന്റെ ലാപ്പിലാണ് ഡ്രാമ ഒക്കെ ഇരുന്ന് കാണുന്നത്. അപ്പൊ ഞാനും ഇരുന്ന് കാണും. ഓ, എങ്ങനെ? ഓക്കെ, കണ്ടിന്യൂ. എന്റെ അച്ഛന്റെ PA ആയിരുന്നു അമ്മ. അങ്ങനെ അച്ഛന്റെ PA ആയി. ലാസ്റ്റ് അച്ഛൻ അമ്മയെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവരെന്തായാലും കല്യാണം കഴിക്കാൻ തീരുമാനമായി. പക്ഷെ ഒറ്റ മോൻ ഇതുപോലെ റിച്ച് ഫാമിലിയിൽ നിന്ന് മിഡിൽ ക്ലാസ് ഫാമിലിയിൽ കല്യാണം കഴിക്കാൻ എൻ്റെ അപ്പാപ്പന് താല്പര്യമില്ല. അങ്ങനെ അടിയൊക്കെ ആയി. ലാസ്റ്റ് അച്ഛൻ പറഞ്ഞ് അമ്മയിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുള്ള മട്ടിലായി. അപ്പാപ്പനാളെ എന്നാ നീ ഇറങ്ങിപ്പോടാന്നു. ലാസ്റ്റ് ഒന്നുമില്ലാത്ത അച്ഛന്റെ കൂടെ അമ്മ ഇറങ്ങിപ്പോവാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അത് കണ്ടപ്പോ പാപ്പന്റെ മനസ്സിലായി അവള് പണത്തിന്റെ പിറകിലല്ല, എന്റെ മോനെ തന്നെ സ്നേഹിച്ചെന്ന്. ലാസ്റ്റ് അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇതാ ഞങ്ങളുണ്ടായി ഇങ്ങനെ നിൽക്കണം. അല്ലാണ്ട് വലിയ ട്രാജിക് ലൈഫൊന്നുമല്ല, ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോണ ഒരു ലൈഫ് തന്നെ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഇനി നീ പറ. ഹലോ എന്ന് വെച്ചാ ഞാന് സച്ചു അല്ല, ഞാനും സച്ചു കട്ടാണ്. പിന്നെ ഞാനും അമ്മയും തല്ലും. പക്ഷെ ഞങ്ങൾ തല്ലാന്നുള്ളൂ കേട്ടോ, ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹം. എനിക്ക് അമ്മയില്ലാതെ പറ്റത്തില്ല, അമ്മേനോട് തല്ലുകൂടിയിട്ട് ഞങ്ങൾക്ക് ഉറക്കം പറ്റില്ല. അങ്ങനെയൊക്കെ ഞങ്ങളുടെ സ്വഭാവം. അല്ല, ഫസ്റ്റ് നീ നിന്റെ അച്ഛനെ കുറിച്ച് പറയേ. ഒരു പെൺകുട്ടിക്ക് അവളുടെ അച്ഛനെ ആയിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ നിന്റെ അച്ഛൻ. അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് സിദ്ധു. കാരണം എനിക്ക് എൻ്റെ അമ്മയെ ഇഷ്ടം, സച്ചുവിനും അമ്മയാണ് ഇഷ്ടം. പക്ഷെ പാറൂസിന് അവളുടെ ലക്ഷ്മിയാണല്ലോ ഇഷ്ടം. സിദ്ധുവിന് അച്ഛനല്ലേ ഇഷ്ടം. എനിക്കങ്ങനെയാ തോന്നിയിട്ടില്ല. ഇപ്പം ഇതെന്താ, അത് ശരിയായി വരുന്നില്ലല്ലോ ആ ഒരു ലോജിക്ക്. അല്ല, എനിക്കും അച്ഛനെ ഇഷ്ടം. പക്ഷെ ഭൂരിഭാഗം പെൺകുട്ടികളും അങ്ങനെയാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. വേണ്ട, അത് വിട്. നീ നിന്റെ അച്ഛനെ കുറിച്ച് പറ. എനിക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കുത്തി ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ നീ ഇത്രയും ഓപ്പൺ ആപ്പ് ആയതുകൊണ്ട് എനിക്ക് ഓർമ്മ വെച്ച് നാമില്ല. എൻ്റെ അച്ഛനെ കുറിച്ച് ചോദിക്കുമ്പോൾ സച്ചു എന്നോട് പറയാറുണ്ടായിരുന്ന ഡയലോഗ് എന്ന് വെച്ചാൽ, അച്ഛൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയിരുന്നു, അമ്മ അതിന് ശരിവെക്കാറാണ് പതിവ്. അത് അങ്ങനെയില്ലെന്ന് ഞാൻ കണ്ടെത്തി. ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതൊന്നുമല്ല, അത് ഒരിക്കൽ അഞ്ജു,
ഹോസ്പിറ്റലിൽ ഒരു പുതിയ ന്യൂറോ സർജൻ വന്നിട്ടുണ്ട്. എന്താ പിന്നെ പറഞ്ഞ ഇത്തിരി 100 ദിവസം വന്നല്ലോ. അന്ന് ഒന്ന് പരിചയപ്പെട്ടേക്കണമല്ലോ. നീ എന്തായാലും പരിചയപ്പെടേണ്ട ഒരാൾ. എന്താ ഞാൻ പരിചയപ്പെട്ട ആളാണോ? അതെന്താണ് അങ്ങനെ ടോക്ക്? എന്തായാലും കുഴപ്പമില്ല, ചെന്ന് പരിചയപ്പെട്ടേക്കാം. ദേവാ, ഡാനിയലോ? ഇവനാണ് പോയി ന്യൂറോ സർജൻ. ഇവൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? ഹലോ ഡോക്ടർ, എന്താണ് പേര്? എന്താ അഞ്ചു ഒരു പരിചയമില്ലാത്ത പോലെ? നീ എന്നെ ആദ്യമായിട്ടാണോ കാണുന്നത്? അല്ലല്ലോ. നമ്മളെന്നെ ആരോട്ടില്ല കാണുന്നത്, പിന്നെ നിങ്ങൾക്ക് എന്നെ അറിയാം. അഞ്ചു, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അവൾ എന്നെ അല്ല, എന്റെ പ്രാണത്തെ മാത്രമാണ് സ്നേഹിച്ചിരുന്നത്. എനിക്കത് മനസ്സിലാക്കാൻ സമയം നിന്നെ പോലെ ഒരു നല്ല ആളെ മിസ് ചെയ്ത്. നീ ഒന്ന് മറക്കണം. എനിക്ക് എന്റെ മക്കളെ കാണണം. ഞാൻ എന്റെ തെറ്റ് തിരുത്താം. അത് നന്നായി. ദൈവം തന്നെ ശക്തി ചുമ്മാ അല്ല. നിങ്ങൾക്ക് അന്നെ ഒരു സ്ത്രീ തിരിച്ചറിയാൻ മാനത്ത് കിടന്ന് വലുത് നോക്കിയ കൊച്ചൊന്നും ഉണ്ടാകത്തില്ല. അതിന് ഒരാളും കൂടി സഹകരിക്കണം. അതിന് സഹകരിച്ച ആളാ ഞാൻ. എനിക്ക് ആണല്ലേ? അപ്പം നിങ്ങൾക്കില്ലായിരുന്നു 2 വയസ്സുള്ള ശ്രീക്കുട്ടിനെ നിന്നിട്ട് എൻ്റെ മോന് എൻ്റെ തന്നിട്ട് പോയതല്ലായിരുന്നോ? ഇതൊക്കെ എൻ്റെ കൂടെ. എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ മക്കളെ എന്നെ വേണം പോലും. അഞ്ചു പോലെ. അഞ്ജു കണ്ടോ? പോവാണോ നീ? കരയാണോ? ഇല്ലടി, ഞാൻ കരഞ്ഞൊന്നുമില്ല. ഞാനെന്നാ നോട്ടാട്ടോ. ശരിയടാ, നീ വീട്ടിൽ പൊക്കോ. ഞാൻ ടാക്സി വല്ലതും ഏർപ്പാടാക്കണോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ലടാ, ഞാൻ പൊക്കോളാം. ശ്രീക്കുട്ടി എന്നാ ഓക്കെ. ഈ കുക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ബോറും പരിപാടി. പണ്ടാരടങ്ങുന്നില്ല, എനിക്ക് വിശന്നിട്ട് വരും. കുറച്ച് ഉപ്പൊക്കെട്ടായി. അതെന്ത് എനിക്ക് ദേഷ്യം വരുന്നത്. കുളമായ ദൈവമേ. ശ്രീക്കുട്ട, നീ നേരത്തെ വന്നു? ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? ഞാൻ കിച്ചണിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മാർച്ചൊക്കെ ആവാനല്ലേ, അപ്പോൾ പ്രാക്ടീസ്. അപ്പം ഞാൻ നേരത്തെ വന്നു. അവിടെ നിന്നിട്ട് എന്താ കാര്യം? എന്നാ ശരിയാണ്, ഞാൻ ഒന്ന് കിടക്കട്ടെ. ചെറിയൊരു തലവേദന. എന്തമ്മേ വയ്യേ? ഒന്നുമില്ലടാ, മിസ് ഓവർ ടൈം ഉണ്ടായിരുന്നു. മിസ് ഹാഫ് ഡേ ലീവ് എടുത്ത് ഞാനിപ്പോൾ പോരുന്നു. എന്നാ ഓക്കെ അമ്മേ, എന്നമ്മ പോയി കിടന്നു. നീ എന്താ ശ്രീ ഇങ്ങനെ ഇരിക്കുന്നത്? അല്ല, അമ്മ എവിടെ? അല്ല, അമ്മ കിടക്കും. അമ്മ അല്ല, അമ്മയ്ക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മ കിടക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലടാ. എന്റെ സംസാരത്തിന് നിനക്കെന്തോ പറ്റിയ പോലെ ഉണ്ടല്ലോ. എന്താ പറ്റി പറയാം? എന്താ പറ്റിയെന്ന് അറിയാം, ഞാൻ ഇപ്പം കാണിച്ചു. എന്തോ ടൈപ്പിലായിട്ടാണ് നടന്നു പോകുന്ന പോക്ക് നോക്ക്. എന്തായാലും എന്തോ പ്രശ്നമില്ല, എന്താണെന്ന് അറിയാമല്ലോ. പോയി നോക്കാം. എന്തുവാടി ഇത്? സച്ചു, എൻ്റെ ഇന്നൊരു അബദ്ധം പറ്റിപ്പോയി. രക്ഷപ്പെട്ട ഒരു വഴി പറഞ്ഞ. ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയുള്ളൂ. അമ്മയോട് പറയാ, തല്ലി വാങ്ങാം. അയ്യോ സച്ചു, അങ്ങനെ പറയല്ലേ. നീയും കൂടി എന്നെ കൈവിടല്ലേ. എന്നാ നീ ഒരു കാര്യം ചെയ്യും, ഇത് അമ്മ കാണാണ്ട് നൈസിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കും. എന്നാ പിന്നെ വലിയ പ്രശ്നമില്ല. അമ്മ ചോദിക്കുമ്പോൾ കണ്ടില്ലാന്ന് പറ. താങ്ക് യു സച്ചു, നീ മുത്താണ്. ഒരുപാട് സോപ്പിട്ട് പതിപ്പിച്ച് കുളവാക്കട്ടെ. എന്നാ ശരി, ഞാൻ അമ്മേനെ പോയി കാണട്ടെ. പോയി. അയ്യോ, ഇന്നിപ്പോൾ ഞാൻ ഒറ്റ വിളിച്ചാണല്ലോ അല്ലേ. പണ്ടേ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നോട് ടീച്ചേഴ്സ് പറയാമല്ലോ, ഒബ്സർവേഷൻ വേണം. അതില്ലാത്തതുകൊണ്ടല്ല ഞാൻ അമ്മ ഉണ്ടാക്കിയ ഫുഡ് കാണാതിരിക്കുകയും ഇമാര് പ്രശ്നങ്ങൾ ഞാൻ തലയ്ക്ക് വാങ്ങി ചെയ്തത്. സാരമില്ല, ഞാനിപ്പോൾ ഓക്കെ തന്നെ. അമ്മ, അമ്മ കരഞ്ഞോ? എന്താ മോനെ? ഇല്ലടാ, ഞാൻ കരഞ്ഞൊന്നും. അമ്മ എന്തിനാ അമ്മ എന്നാണ് പറയുന്നത്? അമ്മ എൻ്റെ കണ്ണു കണ്ടാൽ എനിക്ക് മനസ്സിലാവും അമ്മ കരഞ്ഞിട്ടത്. എന്താ പ്രശ്നം? കാര്യം പറ, എന്നോടില്ല. അത് പിന്നെ മോനെ, എൻ്റെ അച്ഛനെ കണ്ടായിരുന്നു. അമ്മ എന്തിനാ അമ്മ അതൊക്കെ ആലോചിച്ചിട്ട് കരയാൻ നിൽക്കുന്നത്? ഇത്ര കാലം അമ്മ ഞങ്ങളെ വളർത്തി, അവനില്ലാതെ. പിന്നെ ഇനി എന്തിനാ അമ്മ? നമുക്ക് നമ്മളെ മതി അമ്മ. എന്നാ ശരി മോനെ, മോൻ കേൾക്കണം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അമ്മ ലൈറ്റ് ഓണം ഓഫ് ചെയ്തേക്കാം. ഗുഡ് നൈറ്റ്. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ച് അറിയുന്നത്. എനിക്കറിയാമെന്ന് അവർക്കറിയില്ല, അത് വേറൊരു കാര്യം. ശ്രീ,